നമസ്കാരം. ഡൽഹിയുടെ അതിർത്തികൾ കുരുക്ഷേത്ര സമാനമായ യുദ്ധരംഗമായി മാറ്റിയ കർഷക പ്രക്ഷോഭം പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഒരു യുവ കർഷകന്റെ രക്തസാക്ഷിത്വത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇതിനിടെ പോലീസുമായുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതാവ് സർവൻ സിംഗ് പന്തർ രംഗത്തുവന്നു. യുവ കർഷകൻ കൊല്ലപ്പെട്ടതിൻ്റെ കനത്ത ദുഃഖം നെഞ്ചിലേറ്റിയ പന്തർ അക്രമമല്ല തങ്ങളുടെ മാർഗമെന്നും ഇനിയൊരു നഷ്ടവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഫെബ്രുവരി 13 മുതൽ സമരം ചെയ്യുന്ന കർഷകർ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു ഖനൗരി അതിർത്തികളിൽ ആയിരക്കണക്കിന് ട്രാക്ടർ, ട്രെയിലറുകൾ, ബുൾഡോസറുകൾ, ഹൈഡ്രോളിക് ക്രെയിനുകൾ എന്നിവയുമായി 20,000-ലധികം കർഷകർ കോൺക്രീറ്റ് ബ്ലോക്കുകൾ, കണ്ടെയ്നറുകൾ, അള്ളുകൾ എന്നിവ കൊണ്ട് തീർത്ത ബഹുനില ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ ഹരിയാന പോലീസും കേന്ദ്ര സുരക്ഷാ സേനയും ചേർന്ന് നിരനിരയായി മുള്ളുകമ്പികൾ സ്ഥാപിച്ചാണ് നേരിട്ടത്. സംഘർഷം രൂക്ഷമായതോടെ ഹരിയാന പോലീസ് കണ്ണീർ വാതക ഷെല്ലുകളും റബ്ബർ ബുള്ളറ്റുകളും ജലപീരങ്കികളും കർഷകർക്ക് നേരെ പ്രയോഗിച്ചു. നിരീക്ഷണത്തിനും കണ്ണീർ വാതക കനിസ്റ്ററുകൾ എറിയുന്നതിനും ഡ്രോണുകൾ ഉപയോഗിച്ചുവെങ്കിലും അതൊന്നും കർഷകരെ പിന്തിരിപ്പിച്ചില്ല. ഏറ്റുമുട്ടൽ ദിവസം മുഴുവൻ തുടർന്നു. ഇതിനിടെ പഞ്ചാബ് പോലീസ് ADGP യുവ കർഷകൻ ശുഭ് കരന്റെ മരണം സ്ഥിരീകരിച്ചു. തലയിൽ വെടിയുണ്ടയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് സംശയിക്കുന്നുവെന്നാണ് ADGP അറിയിച്ചത്. പരിക്കേറ്റ ശുഭ് കരൻ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ HS ഖേരി പറഞ്ഞത്. സംഘർഷത്തിനിടെ ഭാരതീയ കിസാൻ യൂണിയൻ ഏക്ത സിദ്ദുപൂർ പ്രസിഡന്റ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ സമരം നേരിടാൻ ട്രാക്ടറുകളിലും ട്രെയിലറുകളിലും മറ്റു വാഹനങ്ങളിലും കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നത് തടയാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹരിയാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിസമ്മതിച്ചു. ഫെബ്രുവരി 18 നടന്ന 4ാം റൗണ്ട് ചർച്ചയിൽ 5 വർഷത്തേക്ക് 5 വിളകൾ MSPയിൽ വാങ്ങാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം സമരക്കാർ നിരസിച്ചതിനെ തുടർന്നാണ് ഡൽഹിയിലേക്കുള്ള മാർച്ച് പുനരാരംഭിച്ചത്. വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ കർഷകരെത്തുന്നതോടെ സമരം കൂടുതൽ കനക്കാനാണ് സാധ്യത. സർക്കാർ സമരത്തെ കായികമായി നേരിടുന്നത് തുടരുമോ അതോ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.